പറയാൻ പോകുന്നത് പ്രാണായാമ എന്നെ പറ്റിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പ്രാണായാമം എന്ന് പറഞ്ഞാൽ റിതമാറ്റിക് ബ്രീതിങ് എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എങ്ങനെയാണ് ബ്രീതിങ്, യോഗ പഠിക്കാത്തവർക്കും പഠിച്ചവർക്കറിയായിരിക്കും, പഠിക്കാത്തവർക്ക് എങ്ങനെയാണ് ബ്രീതിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. അതുപോലെ ബ്രീതിങ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതർവൈസ് പ്രാണായാമം കൊണ്ട് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. പ്രാണായാമം ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി നല്ലോണം മൈൻഡിനെ കാം ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും ഡിപ്രഷൻസും ഒക്കെ കുറയാൻ വളരെ അധികം പ്രയോജനമുള്ള ഒരു കാര്യമാണ് പ്രാണായാമം. അത് രാവിലെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് കാമായിട്ട് നമുക്ക് എന്ത് ഫുൾ ഡേക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രാണായാമ ഒരു വളരെ ആവശ്യമായ ഒരു കാര്യമാണ് എല്ലാവരുടെ ജീവിതത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ബ്രീതിങ് എക്സസൈസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഈ പ്രാണായാമം ചെയ്യുമ്പം നമുക്ക് ഇമ്മ്യൂണിറ്റിയും വർദ്ധിക്കാൻ സാധിക്കും. ബിക്കോസ് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിക്സ് എല്ലാം പോയി സെൽസിലെല്ലാം നല്ല ഓക്സിജന് വരാനും നല്ലോണം എല്ലാ ഓർഗൻസും നല്ലോണം പ്രവർത്തിക്കാനും ഇത് സഹായമാകും. അപ്പം നമുക്ക് എങ്ങനെയാണ് ബ്രീതിങ് എക്സസൈസ് അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമ്മൾ ഇങ്ങനെ ക്രോസ് ലെഗ്ഡായിട്ട് ഇരിക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ചെയറിലിരുന്നാലും മതി. തറയിരിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്ക് ഇത് കാണുമ്പോൾ പേടിക്കണ്ട, ചെയറിലിരിക്കുക. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യം ബ്രീതിങ് എക്സസൈസ്, ദാറ്റ് ഈസ് നോർമൽ ബ്രീതിങ്. എങ്ങനെയാണ് നമ്മൾ സ്റ്റൊമക്ക് കൊണ്ട് ബ്രീത്ത് ചെയ്യുന്നതെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം കൈ ഇവിടെ വയ്ക്കുക. തുടങ്ങുന്നവരാണെങ്കിൽ വേണമെങ്കിൽ സ്റ്റൊമക്കിൻ്റെ അവിടെ കൈ വയ്ക്കുക. അറിയാവുന്നവരാണെങ്കിൽ കൈ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് കംഫർട്ടബിളായിട്ടിരിക്കുക. അപ്പം നമുക്ക് ബാക്ക് പെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാളിൻ്റെ പുറകിലോട്ട്, വാളിൻ്റെ സപ്പോർട്ട് വെച്ചിട്ട് വാളിൻ്റെ പുറകെ സപ്പോർട്ടായിട്ട് ഇരിക്കുക. ഇരിക്കാൻ ഇപ്പോൾ കാലിങ്ങനെ വരികയാണ് എന്ന് വയ്ക്കുവാണെങ്കിൽ നമുക്കൊരു പില്ലോ ബാക്കിൽ വെച്ച് താഴത്ത് വെച്ച് പില്ലോയുടെ പുറത്തിരുന്നിട്ട് ഇരിക്കാം. ഇതേതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയറിലിരിക്കാം. എന്നിട്ട് പതുക്കെ ബാക്ക് സ്ട്രെയിറ്റ് വെച്ച്, നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കരുത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പം വി ആർ യൂസിങ് യുവർ ബാക്ക് മസിൽസാണ്. അങ്ങനെയാണ് നമുക്ക് ബാക്ക് പെയിൻസ് ഒക്കെ വരാറുള്ളത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്റ്റൊമക്ക് മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കുക. സ്റ്റൊമക്ക് യൂസ് ചെയ്തിരിക്കണം. എന്നിട്ട് നേരെ ഇരിക്കുക. ഇരുന്നിട്ട് പതുക്കെ നമ്മൾ ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് എടുക്കുന്നത് 2 നോസ്ട്രിലിൽ കൂടെ, ബോത്ത് നോസ്ട്രിലിൽ കൂടെ പതുക്കെ. നോർമലി പല ആൾക്കാരും ബ്രീത്തിങ് ചെയ്യുന്ന തെറ്റായ ഒരു കാര്യമാണ്. അവർ എല്ലാ എയറും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യാൻ പറയുമ്പോൾ ഇങ്ങനെ എടുക്കും. അങ്ങനെയല്ല, നമ്മൾ പതുക്കെ സ്ലോലി 2 നോസ്ട്രിലിൽ കൂടെ നോർമലായിട്ട് പതുക്കെ എടുക്കുക. എത്ര കംഫർട്ടബിൾ ബ്രീത്ത് എടുക്കാൻ പറ്റുമോ അത്ര എടുക്കാറുള്ളൂ. അത് അങ്ങനെ എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ബ്രീത്ത് എടുക്കുമ്പം സ്റ്റൊമക്ക് പതുക്കെ പുഷ് ചെയ്ത് വെളിയിലോട്ട്, എന്ന് പറഞ്ഞാൽ സ്റ്റൊമക്ക് ബ്ലോട്ട് ചെയ്യുക. അല്ലാതെ സ്റ്റൊമക്ക് വലിച്ചകത്തോട്ട് വെക്കരുത്. സ്റ്റൊമക്ക് ലൂസാക്കുക. അപ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പം എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പം 2 നോസ്ട്രിലും കൂടെ പതുക്കെ എക്സെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്ത് സ്റ്റൊമക്ക് ബാക്കിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ പല ആൾക്കാർ തെറ്റായിട്ട് ചെയ്യുന്ന ബ്രീതിങ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യും. ഇത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ബാക്ക് സ്ട്രെയിറ്റ് വെച്ച് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ എന്നിട്ട് എക്സെയിൽ ചെയ്യും. നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നില്ല, നമ്മുടെ സ്റ്റൊമക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ബോത്ത് നോസ്ട്രിൽ കൂടെ എടുക്കണം. ഇതാണ് ഫസ്റ്റ് ബ്രീതിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് നമ്മൾ വളരെ സാവധാനം ഒരിടത്തിരുന്ന് കണ്ണടച്ച് ഇരിക്കണം. അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരുന്ന് ചെയ്യേണ്ട ഒരു പ്രാവശ്യം കൂടെ കാണിക്കാം. ഇൻഹെയിൽ ചെയ്യാം,
എന്നിട്ട് എക്സേൽ ചെയ്യാം. വേറൊരു കാര്യം, നമ്മൾ നോസിൽ കൂടെ ഇൻഹെയിൽ ചെയ്തിട്ട് പലരും ചെയ്യുന്നതുകൊണ്ട് വായിൽ കൂടെ എക്സേൽ ചെയ്യും. അത് ചെയ്യരുത്. നോസ്ട്രൽ ബ്രീതിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നോസ്ട്രലിൽ കൂടെ, ബോധ നോസ്ട്രലിൽ കൂടെ എടുത്തിട്ട് ബോധ നോസ്ട്രലിൽ കൂടെ തന്നെ എക്സേൽ ചെയ്യും. ഇനി ബ്രഹ്മരി എന്ന് പറയുന്ന പ്രാണായാമമാണ്, ബ്രീതിങ് എക്സസൈസാണ് ചെയ്യുന്നത്. ബ്രഹ്മരി എന്ന് പറഞ്ഞാൽ ഹമ്മിങ് ബീ എന്ന് പറയും. ഈ വണ്ട് മൂളുന്ന പോലെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം കൈ രണ്ടും എടുത്ത് ചെവി, ഈ രണ്ട് ചെവിയുടെ അവിടെ ക്ലോസ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കൈ ഇങ്ങനെ പ്രസ് ചെയ്യണം. നമ്മുടെ സ്കള്ളിൻ്റെ അവിടെ പ്രസ് ചെയ്ത് വെക്കണം. എന്നിട്ട് പതുക്കെ ഇൻഹെയിൽ ചെയ്യണം. ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റൊമക്ക് ലൂസ് ഔട്ട് ചെയ്ത് ഇൻഹെയിൽ ചെയ്യണം. എന്നിട്ട് എക്സെയിൽ ചെയ്യുമ്പം നമ്മുടെ ത്രോട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ബി ഹം ചെയ്യുന്ന പോലെ ശബ്ദത്തിൽ എക്സെയിൽ ചെയ്യണം. ഇതാണ് ബ്രഹ്മരി എന്ന് പറയുന്നത്. ഇതും നമ്മൾ ഒരു 5 to 10 ടൈംസ് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. ഇത് നമ്മുടെ ബ്രെയിനിനെ നന്നായിട്ട് ഭയങ്കര സൂതനിങ് എഫക്റ്റാണ്. നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രെയിനിനും നമുക്ക് വളരെ സൂതനിങ് ആയിട്ട് തോന്നും ഇത് ചെയ്യുന്നത്. ഇത് വളരെ നല്ലൊരു പ്രാണായാമമാണ്. അപ്പം ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ക്ലോസ് യുവർ ഇയേഴ്സ്, കീപ്പ് യുവർ ഹാൻഡ്സ് ഹിയർ. പതുക്കെ ഇൻഹെയിൽ ചെയ്യുക. എന്നിട്ട് എക്സെയിൽ ചെയ്യുക. Again inhale and exhale. And slowly bring your hands down. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് ആണ്. അതെന്ന് പറയുന്നത് ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാവും. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം അലർജി ഉള്ളവർക്ക്, സൈനസ് പ്രോബ്ലം ഉള്ളവർക്ക്, പിന്നെ കഫ് ആൻഡ് കോൾഡൊക്കെ വരാൻ ഉള്ളവർക്ക് മോസ്റ്റ്ലി ഇത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മുടെ ലങ്സിനെയൊക്കെ ഭയങ്കരമായിട്ട് നല്ലൊരു എഫക്റ്റ് വരും. ലങ് കപ്പാസിറ്റി കൂടും ഇത് ചെയ്യുന്നത്. സോ ഇത് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. ആദ്യം റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കുക. ദാറ്റ് ഈസ് 2 ഫിംഗേഴ്സ്, ഈ ഫിംഗേഴ്സ് അടച്ചു വയ്ക്കുക. ഈ തം ഫിംഗറും റിംഗ് ഫിംഗറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റേ ഹാൻഡ് ഈ മുദ്രയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ആദ്യം നമ്മൾ നോർമൽ ബ്രീത്ത് എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് എക്സെയിൽ ചെയ്യുക. എഗെയിൻ ഒരു പ്രാവശ്യം കൂടെ നോർമൽ ബ്രീത്ത് എടുക്കുക. എന്നിട്ട് എക്സെയിൽ ചെയ്യുക. എന്നിട്ട് പതുക്കെ ഈ കൈ ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ റൈറ്റ് നോസ്ട്രൽ ക്ലോസ് ചെയ്യുക. അപ്പോൾ പലരും ഇങ്ങനെ വെച്ചിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. കൈ താഴ്ത്ത് വെച്ച് ലൂസ് കംഫർട്ടബിൾ പോസ്ചറിലിരുന്ന് നേരെ ബാക്ക് സ്ട്രെയിറ്റ് വെച്ച് ക്ലോസ് ചെയ്യുക റൈറ്റ് നോസ്ട്രൽ. എന്നിട്ട് ലെഫ്റ്റ് നോസ്ട്രലിൽ കൂടെ നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുമ്പം ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അൺകംഫർട്ടബിളായിട്ട് ഫുൾ ശ്വാസം വലിച്ചെടുക്കരുത്, പതുക്കെ എടുക്കുക. അത് എന്നിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് എക്സെയിൽ ത്രൂ ദ റൈറ്റ് നോസ്ട്രിൽ. അതും പതുക്കെ എക്സെയിൽ ചെയ്യുക. എഗെയിൻ ഇൻഹെയിൽ ത്രൂ യുവർ റൈറ്റ് നോസ്ട്രിൽ. ക്ലോസ് ചെയ്യുക. എന്നിട്ട് എക്സെയിൽ ത്രൂ യുവർ ലെഫ്റ്റ് നോസ്ട്രിൽ. Inhale left, close here and then exhale. Again inhale, close here and then exhale. Inhale left and exhale. Inhale right and exhale. Slowly bring your hands down. Inhale, close the nostril and exhale through your
right nostril. Inhale right, close the nostril and exhale through your left. Inhale left and exhale through your right. Inhale right and exhale through your left. Inhale left and exhale through your right. Ethnic Health Court in public interest.